സാറിൻ്റെ ആ നാമം ഞാൻ ആദ്യം കേൾക്കുന്നത് എൻ്റെ പപ്പായുടെ വായിൽ നിന്നാണ്. എൻ്റെ കാരണം പപ്പ എൻ്റെ ചെറുപ്പകാലത്ത് ഞായറാഴ്ചയായിരുന്നു തോന്നുന്നു സർവസമ്മേളന മീറ്റിങ്ങുകളൊക്കെ. അപ്പം പുലിയൂരിൽ പോയി കഥയൊക്കെ അവതരിപ്പിക്കും. അപ്പോൾ ആദ്യത്തെ പപ്പയുടെ ഒരു കഥ നൂല് എന്ന് പറയുന്ന കഥ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ വിമർശനങ്ങളും അനുമോദനങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ വിട്ടൂർ സാറ് വളരെ ശക്തമായിട്ട് ആ കഥയെ അനുകൂലിച്ച് പ്രശംസിച്ച് സംസാരിച്ചതായി, അത് പപ്പായുടെ സാഹിത്യ ജീവിതത്തിൽ വളരെ പ്രചോദനാത്മകമായ ഒരു സംഭവമാണെന്നും പപ്പ ഇന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് വിട്ടൂർ സാറിനെ പറ്റി ഞാൻ ആദ്യമേ മുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ പാലാ സെന്റ് തോമസ് സ്കൂളിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു സാഹിത്യസമിതിയുടെ വലിയ സമ്മേളനം ഒക്കെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ നമ്മുടെ സാഹിത്യകാരനായ സഹദിയെയൊക്കെ നേരിട്ട് കാണുക. അപ്പം വിട്ടൂർ സാറും സഹൃദയ സമിതിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഭാവി തലമുറയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് സാധിച്ചു. അപ്പോൾ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ശ്രീദേവി ടീച്ചർ പറഞ്ഞു, പൗഡർ ശ്രീദേവി ടീച്ചറിന് ഇഷ്ടമാണ്, വിട്ടൂർ രാമൻ സാറിന് പൗഡർ ഇഷ്ടമാണ്. ഇപ്പോൾ പൗഡറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെർഫ്യൂം ആയിട്ടുണ്ട്. ഞാനും ഇന്നൊരു പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമാന ഹൃദയത്തൊക്കെ സമാന ചിന്തകളും സമാന കാഴ്ചപ്പാടുകളും ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി വിട്ടൂർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.